ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ചു നിരത്തിയ കൊയിലാണ്ടി കുന്നൂർ മലയിലും വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിനായി 100 അടിയോളം താഴ്ചയിൽ മണ്ണെടുത്ത പ്രദേശത്താണ് വിള്ളൽ. ഇതോടെ കുന്നിന്റെ മുകൾ ഭാഗത്ത് താമസിക്കുന്ന 24ഓളം കുടുംബങ്ങൾ ആശങ്കയിലാണ്. AK അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഒരു മഴ പെയ്തതേയുള്ളൂ, അതിനിടയിലാണ് ഈ മണ്ണിടിച്ചിലും വിള്ളലുമെല്ലാം ജനങ്ങളിൽ ഭീതിയുണ്ടാക്കുന്നത്. ഇനി അങ്ങോട്ട് കാലവർഷം വരാൻ പോവുകയാണ്, അവർക്ക് വല്ലാത്ത ആശങ്കയാണല്ലേ അഭിലാഷ്? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്കോളയിലും ഉത്തര കന്നഡയിലും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു. കാരണം ചെറിയൊരു അപകടം, ആ ദുരന്തം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യം പറഞ്ഞു. അശാസ്ത്രീയമായി എങ്ങനെ റോഡ് നിർമ്മിക്കാം എന്നതായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. ഒരു പക്ഷേ അതിനേക്കാളും ഭീതിജനകമായ ആശങ്കപ്പെടുന്ന തലത്തിലാണ് ഇവിടെ കുന്ന്യോർ മലയിൽ ഇത്തരത്തിൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഏതാണ്ട് 35 മീറ്റർ, അതായത് 100 അടിയിലേറെ ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് മഹേഷ്, ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കൂ. നോക്കൂ, ഒറ്റത്താക്ക ഇത്രയും 100 അടി ഉയരത്തിൽ മണ്ണെടുത്തിരിക്കുന്നു. കാരണം നമ്മൾ അങ്കോളയിൽ കണ്ടത് കുറെ കൂടി ചരിഞ്ഞതായിരുന്നെങ്കിൽ ഇവിടെ നെറുകുത്തനെയാണ് ഇത്തരത്തിൽ ഭൂമി കുഴിച്ചെടുത്തിരിക്കുന്നത്, മണ്ണ് മാന്തിയിരിക്കുന്നത് എന്നാണ്. ഇത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഈ ഭാഗത്ത് മാത്രം 25ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഈ കുടുംബങ്ങളെയൊക്കെ ആശങ്കപ്പെടുന്ന തരത്തിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ഭാഗത്ത് വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും മണ്ണിടിച്ചിരുന്നു. അപ്പോൾ അവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാമെന്നൊക്കെ ഉറപ്പ് ഈ നിർമ്മാണ കമ്പനികൾ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കൂടുതൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത്, അതായത് ഇന്നലെ രാത്രിയോട് കണ്ടിരിക്കുന്ന ഈ വിള്ളലാണ്. നോക്കൂ അരുൺ, ഇതാ ഈ ഭാഗത്ത് കൂടി, ഈ കാണുന്ന ഭാഗത്ത് കൂടി കാണുന്ന വിള്ളലാണ്. അധികം പഴക്കമില്ല, അതായത് ഏതാണ്ട് 8-10 മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു വിള്ളലാണ്. ഇതിന് തൊട്ടടുത്ത്, അതായത് ഏതാണ്ട് 4 മീറ്റർ അകലെ, ഇതാ ഇങ്ങോട്ട് വന്നാൽ ഈ ദൃശ്യങ്ങളൂടി കാണാം. ഈ ഭാഗത്തായിട്ട് വീണ്ടും ഒരു വിള്ളൽ. അതായത് ഈ വിള്ളൽ ഏതാണ്ട് 100 അടി വരെ താഴ്ചയിലേക്ക് ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയേറെ ഭീതിജനകമായ സാഹചര്യമാണ്. കാരണം മഴ പെയ്തിട്ടില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ അടർന്ന് താഴെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് വളരെ വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ മുകൾ ഭാഗത്താണ് ഇത്തരത്തിൽ വിള്ളലുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. 24 കുടുംബങ്ങൾ ഈ ഭാഗത്ത് മുകൾ ഭാഗത്തുണ്ട്. അതായത് 100 അടിയോളം ഇത് ഉയരത്തിൽ ഇങ്ങനെ മണ്ണെടുക്കുമ്പോൾ താക്കായി അല്ലെങ്കിൽ തട്ടുകളായി മണ്ണെടുക്കേണ്ടതിന് പകരം ഒറ്റത്തൂക്കായി മണ്ണെടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. പഞ്ചായത്ത് മെമ്പറായ സുമതി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആശങ്കയുണ്ടോ? തീർച്ചയായും ആശങ്കയുണ്ട്. എല്ലാവരും ആശങ്കയിലാണ്. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഈ സോയിൽ നെയിലിംഗ് ഉപേക്ഷിക്കണം. ഇവിടെ റിട്ടേണിംഗ് വാള് പണിയണം. കാരണം പിന്നെ അത്രയും 35 മീറ്റർ താഴ്ചയിലാണ് റോഡ് പോകുന്നത്. അതുപോലെ തന്നെ 45 മീറ്റർ വീതിയിലും ഈ ഭാഗത്ത് 100 ചില്ലാണം വീടുകൾ അത് കൂടാതെ ഉണ്ട്. അപ്പം ഈ നിരയിൽ തന്നെ ഒരു സൈഡിൽ തന്നെ 19 വീടുകൾ അറ്റത്ത് തന്നെയാണുള്ളത്. അതിൻ്റെ ബേക്കോട്ട് 100 ചില്ലാണം വീടുകളുണ്ട്. ഇവരെല്ലാം ആശങ്കയിലാണ്. ഈ 24 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്ഥലം ഏറ്റെടുക്കാനോ ഒരു തീരുമാനത്തിലേക്ക് വന്നിരുന്നു. അത് എവിടെ വരെ എത്തി? അത് എത്താത്തൊരു സ്ഥിതിയിലാണല്ലോ. കഴിഞ്ഞ ഇതുപോലെ തന്നെ മഴ സമയത്ത് എല്ലാവരെയും മാറ്റി താമസിപ്പിച്ചതാണ്. 19ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു വാടകയ്ക്ക്. പിന്നെ അന്ന് വാടകയ്ക്ക് താമസിപ്പിക്കുന്നത് തന്നെ ഇവർക്ക് തന്നെ ഇന്ന് തന്നെ മാറണമെന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് അത്രയും പേടിയുണ്ടായിട്ട് ഇടിയും എന്നുള്ള 100% ഉറപ്പ് അവർക്ക് തന്നെ ഉണ്ട്. പക്ഷേ അതൊന്നും പാലിക്കപ്പെടാതെയാണ് ഇപ്പോൾ വീണ്ടും ഈ റിട്ടേണിംഗ് ഈ സോയിൽ നെയിലായിട്ട് വീണ്ടും വന്നത്. അത് ഇവിടെ ജനങ്ങൾ തടഞ്ഞതാണ്. ഒരിക്കലും ഇവിടെ അത് അനുവദിക്കുകയില്ല. മാത്രമല്ല ഇപ്പം ഭീഷണിയുള്ള കുറേ വീടുകൾ ഇതിൻ്റെ അറ്റത്താണുള്ളത്. ഇവരെല്ലാം വാടകയ്ക്ക് പോയത്. എത്ര കാലം വാടകയ്ക്ക് നിൽക്കും ഇവരെന്തായാലും സ്ഥലം ഏറ്റെടുക്കുക തന്നെ വേണം. അല്ലാതെ വേറെ യാതൊരു രക്ഷയില്ല ഇവിടെ. ഇവരുടെ ആവശ്യം ഇവരുടെ ഭൂമി ഏറ്റെടുക്കണമെന്നാണ്. സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ്. 45 മീറ്ററാണ് റോഡ് എടുത്തിരിക്കുന്നത്. റോഡ് 45 മീറ്റർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എൻക്വയറി ചെയ്ത് എന്ത് ഉദ്യോഗസ്ഥന്മാരാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഒരു ചെങ്കുത്തായിട്ട് ഈ മലയിടിച്ച് താത്തുമ്പോൾ താഴെ 45 മീറ്റർ റോഡ് എടുക്കുമ്പോൾ മുകളിൽ ഈ 45 മീറ്റർ മതിയാവുമോ? ഈ വക്കിന് അത്രയും വീടുകളാണ്. ഇപ്പോൾ നമ്മൾ ആവശ്യം എന്താണെന്ന് ഈ വക്കിൽ നിൽക്കുന്ന ഈ വീടുകൾ, അപകടാവസ്ഥയിൽ നിൽക്കുന്ന വീടുകൾ ഏറ്റെടുക്കുക. തുടർന്ന് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ഈ റോഡ് അവർ മുറിച്ചു പോയതാണ്. ഈ പ്രദേശത്തേക്ക് റോഡുണ്ട്, 100 ചില്ലാനം വീടുകൾ ഇതിന് പുറകിലേക്കുണ്ട്. ആ റോഡും പുനഃസ്ഥാപിച്ച് വരിക. ഏതായാലും ഇവർ ചോദിക്കുന്ന ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. 45 മീറ്റർ റോഡ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തും 45 മീറ്റർ മതിയോ? അതായത് നെറുകുത്തനെയാണ് ഇത്തരത്തിൽ എടുക്കേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ അരികുവശത്ത് എത്തുമ്പോൾ തന്നെ എനിക്ക് കാലുകളൊക്കെ വിറയൽ അനുഭവപ്പെടുകയാണ്. കാരണം അത്രയും മുകൾ ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അത്രയേറെ ആശങ്ക ഇവിടെയുള്ള ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് പറയുന്നത്. കാരണം ഇക്കാര്യത്തിലൊക്കെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. കാരണം മണ്ണിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിരവധി വീടുകൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തട്ടാക്കി പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ വലിയൊരു
വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെയായിരിക്കും നമ്മൾ കടക്കുന്നത്. അതും ഈ കേരളത്തിൽ കാഴ്ചകളൊക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ആ കുന്നിന് മുകളിൽ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥയും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ മലയുടെ മുകളിൽ താമസിക്കുന്ന മനുഷ്യർക്കും വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് കാണാം. ഞങ്ങളുടെ പ്രതിനിധികൾ ഈ സ്ട്രെച്ചിലുടനീളം യാത്ര ചെയ്തപ്പോൾ കണ്ടെത്തിയ കാഴ്ചകൾ ഞെട്ടിക്കുന്നതാണ്.